ആ നേരെ നേരെ പടകെടുക്കും പടകെ ആ നോക്കി നോക്കി നോക്കില്ല നമുക്ക് അങ്ങോട്ട് പോകാം. ഞാനെങ്ങും വരുന്നില്ല. എടാ ആരെങ്കിലും കാണും. ആര് കണ്ടാലെന്താ? ഇനി എന്ത് നടന്നാലെന്താ? എടാ വാടാ. ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? നീ എന്നെ വിളിച്ചു വിളിച്ച് ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു. ഇനി നിന്നോടത്ത് ഞാൻ എങ്ങും വരുന്നില്ല. ചെയ്യരുതാത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴെല്ലാം ഞാൻ വേണ്ട വേണ്ട എന്ന് കാലു പിടിച്ചു. ഇപ്പൊ കള്ളനായി, കൊലപാതകയായി. എന്റെ പാവപ്പെട്ട മക്കൾ അനാഥരായി. ഇനി ഞാൻ സെൻട്രൽ ജയിലിൽ പോയാലെന്താ? തൂക്കുമരത്തിൽ കയറിയാലെന്താ? അതെ, ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നോടാ. പിന്നെ ആർക്ക് വേണ്ടി? നിന്റെ ഉള്ളിൽ എപ്പോഴും പണക്കാരനാകാനുള്ള മോഹമാണ്. ഞാനത് മനസ്സിലാക്കാതെ നിന്നെ കണ്ണുമടച്ച് സ്നേഹിച്ചത് കൊണ്ടാണ് എന്റെ കുടുംബം തകർന്നത്. അതെ, മനസ്സറിയാതെ ആണടാ ഞാൻ ഈ വിലങ്ങിൽ കുടുങ്ങിയത്. ഒരിക്കലും വിട്ടുപിരിയില്ലെന്ന് പറഞ്ഞ നീ ആണോടായി സംസാരിക്കുന്നത്? അതേടാ, മാനം പോയി. എനിക്ക് മരിക്കാനെങ്കിലും കഴിയണമെങ്കിൽ നിന്നെ വിട്ടുപിരിഞ്ഞേ പറ്റൂ. അതെ, എന്റെ മനസാക്ഷി ചവിട്ടരുത്. മനസാക്ഷി അങ്ങനെ നിനക്കുണ്ടോടാ? ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ വീണ ഈ വിലങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴിയേ ഉള്ളൂ. നീ അത് ചെയ്തതാ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വിലങ്ങ് പൊട്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്റെ കൈ ഇവിടെ വെച്ച് വെട്ടിമുറിച്ചിട്ടെങ്കിലും എന്നെ വിട്ടയക്കൂ. അതെ, ഇല്ലെങ്കിൽ നീ എന്നെ കൊല്ല്. അതെ, നീ നിന്നെ തന്നെ മറക്കരുത്. അതെ, എന്റെ ദുഃഖങ്ങൾ മരണം കൊണ്ട് അവസാനിച്ചു. പക്ഷെ നിന്റെ ദുഃഖങ്ങൾ മരണം കൊണ്ടും തീരുകയില്ലെന്ന് എനിക്കറിയാം. നീ മക്കളുള്ളവനാണ്. നീ മരിച്ചാലും നിന്റെ ആത്മാവ് അവരിലൂടെ പിന്നെയും പിന്നെയും പിടയുമെന്ന് ഓർത്താണ് നീ ഭ്രാന്തനായിപ്പോയി. നീ എന്നെ തല്ലിയതിൽ എനിക്കൊരു വിഷമവുമില്ല. നീ എല്ലാം മറക്കടാ. കരയാതെടാ. നീ ഞാനും തളർന്നു വീണിരിക്കുന്നത് ഒരക്കില്ലത്തില. അത് പണിഞ്ഞവനെ കണ്ടുപിടിക്കാനാണ് നിന്നെ കൊണ്ട് ഞാൻ തടവ് ചാടി. ഈ വിലങ്ങ് നമ്മ ചതിച്ചവന്റെ കയ്യിൽ വീഴും. അതെങ്ങനെയാടാ? ആദ്യം നമ്മൾ ഈ വിലങ്ങ് പൊട്ടി, എന്നിട്ട് നേരെ മദ്രാസ്. നോ എക്സ്ക്യൂസ് വാട്ട്എവർ. ആ പ്രതികളെ നിങ്ങളെ ഏൽപ്പിച്ചയച്ചത് വിനോദയാത്രയ്ക്കല്ല, വിചിത്രമായ ഒരു ക്രിമിനൽ കേസിന് തുമ്പുണ്ടാക്കാൻ. എക്സ്ക്യൂസ് മീ സർ,
രണ്ടുപേരെയും ഒരുമിച്ച് വിലങ്ങ് വെച്ച് ആവശ്യമായ ബന്ധോസോടെ തന്നെയാണ് കൊണ്ടുപോയത്. എന്നിട്ട് അവൾ പരസ്യമായി ചാടിപ്പോയെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ മിസ്റ്റർ? ആ ഫെറി കിടക്കുന്നതിനിടയിൽ അങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളുടെ ഉത്തരവാദിത്വക്കുറവും അശ്രദ്ധയും കാരണം ഡിപ്പാർട്ട്മെന്റിന് ഒരിക്കലും തീരാത്ത അവമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ കുറെ പേരെ ബുദ്ധിപൂർവ്വം പെരുമാറിയിരുന്നെങ്കിൽ ഈ അബദ്ധം ഉണ്ടാവുമായിരുന്നില്ല. ജീവനിൽ പൊതിവുള്ളവരാരും ആ കായലിൽ ചാടാൻ ധൈര്യപ്പെടില്ല സാർ. അപ്പോഴവൻ മരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ചാടിയത്. കാരണം അവരുടെ പേരുള്ള കവർച്ച കേസും കൊലപാതകവും തെളിഞ്ഞാൽ രണ്ടുപേരും തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് അവർക്കറിയാം. സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ സർവീസിന് ഈ സംഭവം ഒരു കളങ്കമാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് പണിഷ്മെന്റ് തന്നാലും ഞാൻ അനുഭവിച്ചോളാം. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ചോർന്നുപോയി അവരെ ജീവനോടെ അല്ലാതെയോ പിടിച്ചേൽപ്പിക്കാനുള്ള ചുമതല ദയവ് ചെയ്ത് എനിക്ക് തന്നെ വിട്ടുതരണം. അത് തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന പണിഷ്മെന്റും. താങ്ക് യു സർ. ഞാൻ എന്റെ ജീവൻ പണയപ്പെടുത്തിയെങ്കിലും അവരെ പിടിച്ചേൽപ്പിക്കും. യെസ്, യു ക്യാൻ പ്രൊസീഡ്. പിന്നെ മറ്റൊരു കാര്യം, തടവ് ചാടാൻ ഇത്രയും സാഹസം കാണിച്ചവർ ഈ സമയത്തിനുള്ളിൽ അതിർത്തി വിട്ടുകാണുമെന്നാണ് എന്റെ വിശ്വാസം. അതെ സർ, അവർ മദ്രാസിലേക്ക് തന്നെ പോയിരിക്കും. മരണപ്പെട്ട ചന്ദ്രസേനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ ബാലിനെയും കാദറിനെയും എളുപ്പം പിടികൂടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ്. നിങ്ങൾക്ക് മദ്രാസ് പോലീസിന്റെ എല്ലാ സഹായ സഹകരണവും കിട്ടാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. Another thing, don't repeat the mistake which I already done. Understand? Wish you the best of luck. You can proceed. അയാൾ ചത്തതുകൊണ്ട് വീട് പൂട്ടിട്ടിരിക്കാനാ. വാ. ആരും ലൈറ്റ് ഇട്ടു. അകത്താളുണ്ടാകും തോന്നുന്നു. ആരാത്? ബാലനും ഖാദറും അല്ലേ? അതെ, അകത്തേക്ക് വരൂ. വരാനല്ലേ പറഞ്ഞത്? വരാമേ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് വരും. നിങ്ങൾ സത്യസന്ധന്മാരും കൃത്യനിഷ്ഠയുള്ളവരുമാണെന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടി നിങ്ങളെ ഏൽപ്പിച്ചു വിട്ടത്. എന്താ രണ്ടുപേർക്കൊരു വല്ലാത്ത പരിഭ്രമം പോലെ? ഒന്നുമില്ല സാർ. സാറ് പറഞ്ഞ ആളിന്റെ കയ്യിൽ തന്നെ ഞങ്ങൾ പെട്ടുകൊണ്ട് ഏൽപ്പിച്ചു. എന്നിട്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു? അന്നത്തെ വണ്ടിക്ക് തന്നെ തിരിക്കണമെന്നും ഇവിടെ വന്ന് വിവരം പറയണമെന്നും പറഞ്ഞിരുന്നല്ലേ? അതെ സർ, അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു സ്നേഹിതനെ കണ്ടു. അയാൾ 2-3 ദിവസത്തേക്ക് ഞങ്ങളെ വിട്ടില്ല. കൽക്കട്ടയിൽ നിങ്ങൾക്ക് സ്നേഹിതന്മാരുണ്ടോ? മലയാളികളില്ലാത്ത നാടുണ്ടോ സാർ?
എന്താടാ ഒളിഞ്ഞു നോക്കുന്നത്? ഒന്നുമില്ല, ഭക്ഷണം റെഡിയായി. സരസ്വതി മോനും വന്നിട്ട് ഞാൻ കഴിച്ചോളാം. ജോലിയൊക്കെ കഴിഞ്ഞ നീ പോയി കിടന്നോ? ഓ, ഏതായാലും പെട്ടി അവിടെ കിട്ടിയതായിട്ട് കൽക്കട്ടയിൽ നിന്ന് ഫോൺ ഇതുവരെ വന്നിട്ടില്ല. ഫോൺ വന്നാൽ ഉടനെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ രൂപ ഞാൻ തരാം. മതിയേ. എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ. പോയിക്കോളൂ. നമ്മൾ സ്വപ്നം കാണുകയാണോടാ ബാല? ഇവിടെ ഒന്നും സംഭവിച്ചായിട്ട് തോന്നുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മരിച്ചുപോയവൻ എങ്ങനെ ഇവിടെ ജീവനോട് നിൽക്കുന്നത്? അതെ, ഇത് നമ്മളോട് അന്ന് പറഞ്ഞ കൽക്കട്ടക്കാരനാണെന്ന് തോന്നുന്നു. വേഗം കമിൻ. നമ്മൾ തമ്മിൽ ഒരിക്കലേ കണ്ടിട്ടുള്ളൂവെങ്കിലും എന്നെ ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വരികയാണ്. എന്റെ പേര് നാഗേന്ദ്രൻ. ഓ, ഐ എം സോറി. ടേക്ക് എ സീറ്റ്. എനിക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടില്ല. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, ഒന്നും വേണ്ട. വിസ്കി? നോ താങ്ക്സ്. മിസ്റ്റർ നാഗേന്ദ്രന്റെ ഫോൺ വരാത്തതുകൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ പെട്ടി ഏൽപ്പിച്ചവർ മടങ്ങി വന്നത്. പെട്ടി കൊണ്ട് ഏൽപ്പിച്ചെന്നു? അതെ. ഇത്തരം സാധനങ്ങൾ ബുക്ക് ചെയ്ത് അയക്കുന്നത് അപകടമായതുകൊണ്ടാണ് നേരിട്ട് ബാലന്റെയും ഖാദറിന്റെയും കയ്യിൽ കൊടുത്തു വിട്ടത്. അവരിവിടെ പാർസൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാ. മിസ്റ്റർ ചന്ദ്രസേനൻ, ഞാനും നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ യഥാർത്ഥ പേര് രാജ്യദ്രോഹം എന്നാണ്. അതിൽ നിങ്ങൾ എന്നെ കബളിപ്പിക്കുന്നത് സർപ്പത്തിന്റെ വായിലകപ്പെട്ട പ്രാണികൾ തമ്മിൽ മത്സരിക്കുന്നത് പോലെയാണെന്ന് ഓർമ്മ വേണം. മിസ്റ്റർ നാഗേന്ദ്രൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ലക്ഷക്കണക്കിന് രൂപ കൈനീട്ടി വാങ്ങിയ നിങ്ങൾ ഓർണമെന്റ്സ് കൽക്കട്ടയിൽ എത്തിക്കാത്തതുകൊണ്ട് എത്തിച്ചില്ല. എന്റെ കൈ കൊണ്ടാണ് ആ പെട്ടി സീൽ ചെയ്ത് അവരെ ഏൽപ്പിച്ചത്. രാഘവ, എന്താണ് ഈ കേൾക്കുന്നത്? സാർ, ആ പെട്ടി ഉൾപ്പെടെ അവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് ഞാനാ. അവരെന്നെ കണ്ടിട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ. ആ ബാലനും ഖാദറും കൂടെ നമ്മൾ ചതിച്ചിരിക്കുമോ എന്ന് എന്റെ സംശയം. അങ്ങനെയാണെങ്കിൽ അവരിപ്പോ ഇവിടെ വരുമോ? ആരാരെ ചതിച്ചാലും എനിക്ക് ഓർണമെന്റ്സ് കിട്ടാതെ മടങ്ങാൻ കഴിയില്ല. മിസ്റ്റർ നാഗേന്ദ്രന്റെ വിശ്വാസമില്ലേ? വിശ്വാസം എന്ന് പറയുന്നത് ഒരു തലനാരിയാണ് മിസ്റ്റർ. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ അത് ഡ്രോപ്പയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ട്രെയിനിൽ ഉയരാത്ത ഭാരങ്ങൾ കടലിനക്കര നിന്ന് പോലും ഇവിടെ എത്തുന്നത് ആ തലനാരിഴയിലൂടെയാണ്. അത് പൊട്ടുന്നത് കപടത കൊണ്ടായാലും കഴിവുകേട് കൊണ്ടായാലും ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എന്നോടല്ല പറയേണ്ടത്. നിങ്ങളെക്കാൾ ഭയങ്കരന്മാരായ ഏജന്റന്മാരുള്ള ആളാണ് നമ്മുടെ ബോംബെയിലുള്ള ബോസ്. അയാൾ ചെസ് കളിക്കുന്നത് ചെസ് ബോർഡിലല്ല, വേൾഡിന്റെ മാപ്പിലാണെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അല്പം കൂടി ക്ഷമിക്കണം. രാഘവ, ആ ഖാദറും ബാലനും എവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ ഞാൻ പറയുന്ന സത്യം മിസ്റ്റർ നാഗേന്ദ്രന്റെ ബോധ്യപ്പെടുകയില്ല. ഓ, ഐ എം സോറി. എനിക്ക് വേറൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ CVയിൽ കാണും. ആ, ഓർണമെന്റ്സ് എപ്പോൾ എത്തിക്കുമെന്നുള്ളത് അവിടെ അറിയിച്ചാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്.